നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നിയമം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖറിനും അനൂപ് ആന്റണിക്കും ഷോൺ ജോർജിനും മാത്രമേ സീറ്റ് ഉറപ്പുള്ളൂവെന്ന് ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന അധ്യക്ഷൻ തുടക്കം മുതൽ നടത്തിയ പരാമർശം പക്വതയില്ലാത്തത് എന്നും കോർ കമ്മിറ്റി യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ് റാം മുഹമ്മദ്, വിവിധ വിഷയങ്ങൾ ചർച്ചയായി എന്ന് തോന്നുന്നു. അതിൽ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ വിമർശനം, അല്ലേ? തീർച്ചയായും. അതായത് ബി.ജെ.പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നേരത്തെ കോർ കമ്മിറ്റിയിൽ നിന്ന് മുതിർന്ന നേതാവ് എൻ രാധാകൃഷ്ണൻ ഒഴിവാക്കിയിരുന്നു. പക്ഷേ NDAയുടെ ഉപ അധ്യക്ഷനായതിനു ശേഷം ഇന്ന് ചേർന്ന കോർ കമ്മിറ്റിയിൽ എൻ രാധാകൃഷ്ണൻ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നതായാണ് വിവരം. അതെന്താണെങ്കിലും അടുത്ത ദിവസത്തിലുള്ള അതിൻ്റെ തീരുമാനം സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളും. പ്രധാനമായി ഇന്ന് ചേർന്ന കോർ കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉയർന്നു വന്നത് ഇങ്ങനെയാണ്. അതായത് മത്സരിക്കാൻ ആഗ്രഹമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഈ കോർ കമ്മിറ്റിയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിയമമണ്ഡലം കേന്ദ്രീകരിച്ചാകും പ്രവർത്തിക്കുക. എന്നാൽ രാജീവിനും അനൂപ് ആന്റണിക്കും ഷോൺ ജോർജിനും മാത്രമേ സീറ്റുള്ളൂ എന്ന് ഈ കോർ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. രാജീവ് ചന്ദ്രശേഖർ നേമത്തെങ്കിൽ അനൂപ് ആന്റണി തിരുവല്ലയിലും അതുപോലെ ഷോൺ ജോർജ് പാലയിലുമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ മറ്റു മുതിർന്ന നേതാക്കൾ ഏത് മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണ, ഒരു വിവരം നൽകാത്തത് വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പാലക്കാട് പന്തളം നഗരസഭകൾ നഷ്ടപ്പെടാതെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കണം. അത് നഷ്ടപ്പെടാതെ തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകളും ഒപ്പം വർക്കല, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, കൊടുങ്ങല്ലൂർ, കുന്നംകുളം നഗരസഭകളും നിർബന്ധമായും പിടിക്കണമെന്ന് കോർ കമ്മിറ്റിയിൽ സംസ്ഥാന അധ്യക്ഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകൾ കിട്ടിയില്ല എങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്ന സ്ഥിതി വരുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കോർ കമ്മിറ്റി അറിയിച്ചത്. അത് താൻ ഉൾപ്പെടെയുള്ള നേതൃത്വം പരാജയമാണെന്നും അത് താൻ ഉൾപ്പെടെയുള്ള നേതൃത്വം മാറേണ്ട സാഹചര്യം ഒരുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രധാനമായി ബി.ജെ.പി. ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എയിംസ് ആണ്. എയിംസിന്റെ പേരിൽ പല സ്ഥലങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എയിംസിന്റെ കാര്യത്തിൽ പാർട്ടി വ്യക്തത വരുത്തണമെന്നും കോർ കമ്മിറ്റിയിൽ ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ്. ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് സംസ്ഥാന അധ്യക്ഷൻ തുടക്കം മുതൽ നടത്തിയ പ്രതികരണം പക്വതയില്ലാത്തതാണെന്നാണ് വിമർശനം. അതായത് മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്താതെ ആഗോള അയ്യപ്പ സംഗമത്തെ തുറന്നെതിർത്തത് അത് പക്വതയില്ലാത്ത തീരുമാനമായി. NSSനെയും SNDPയെയും എതിർപക്ഷത്ത് നിർത്തി ബി.ജെ.പിക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാനാകില്ല എന്നാണ് ഇതിൽ ഉയർന്ന ഒരു വിമർശനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്രൈസ്തവ നയതന്ത്രം അത് അധികരിക്കുന്നു സംസ്ഥാന ബി.ജെ.പിയിൽ എന്നുള്ളതാണ്. കോട്ടയത്ത് പാർട്ടിയിലെ ക്രൈസ്തവരുടെ മാത്രം യോഗം വിളിച്ചത് ബി.ജെ.പിയുടെ അടിസ്ഥാന ആശയങ്ങൾക്കെതിരാണ് എന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഈഴവ നേതാവ് ബാഹുലയൻ പാർട്ടി വിടാനുണ്ടായ സാഹചര്യവും പരിശോധിക്കണമെന്ന് ജനറൽ സെക്രട്ടറി പി. സുധീർ ആവശ്യപ്പെട്ടു. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ വിമർശനങ്ങൾ യോഗത്തിൽ ഉയർന്നു വന്നു, നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. അനുജ, ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിന്റെ വിശദാംശങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.